your chief minister is not being attacked in any way by the BJP. പക്ഷേ എനിക്ക് വലിയ അതിശയമായി തോന്നുന്നത് നിങ്ങളുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ BJP ഒരു വിധത്തിൽ ആക്രമിക്കുന്നില്ല എന്നുള്ളതാണ്. 2 chief ministers are sitting in jail, but your chief minister is free. ഇന്ത്യയിലെ 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ മുഖ്യമന്ത്രി വളരെ സ്വതന്ത്രനായിരിക്കുകയാണ് ഇപ്പോഴും. Nobody has taken away his house. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അദ്ദേഹത്തെ ആരും പുറത്താക്കുന്നില്ല. Nobody has taken away his membership to the Vidhan Sabha. അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം ആരും റദ്ദാക്കുന്നില്ല. He has not been called for interrogation for even 1 minute. ഒരു മിനിറ്റ് പോലും ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തെ ഇതുവരെ ED വിളിച്ചിട്ടില്ല. So it's a bit surprising. അത് ഭയങ്കര, എനിക്കിത് വളരെയധികം അതിശയിപ്പിക്കുന്നതാണ്. That if he is fighting the BJP, why are they so pleased with him? അദ്ദേഹം ശരിക്കും BJPക്കെതിരെ പോരാടുകയാണെങ്കിൽ അവർക്ക് എന്താണ് അദ്ദേഹത്തോട് ഇത്ര സന്തോഷം? Why are they not attacking him? എന്തുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ ആക്രമിക്കാത്തത്? And then the other interesting thing, മറ്റു കൗതുകമുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, I come to Kerala and I attack the BJP. I come in every state, I attack the BJP. ഞാൻ കേരളത്തിൽ വന്ന് BJP ആക്രമിക്കുന്നു, ഞാൻ ഏത് സംസ്ഥാനത്ത് പോയാലും ഞാൻ BJP ആക്രമിക്കുന്നു. 24 hours I spend attacking the BJP. 24 മണിക്കൂറും ഞാൻ BJP ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And 24 hours your chief minister spends attacking me. പക്ഷേ 24 മണിക്കൂർ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് വളരെ കൗതുകകരമായി തോന്നുന്നു. He does not say one word against the BJP. അദ്ദേഹം BJPക്കെതിരെ ഒരു വാക്കുപോലും പറയുന്നില്ല. So I just wanted to leave that with you to think about. നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് ഞാൻ വിട്ടു നൽകുകയാണ്. രാഹുൽ ഗാന്ധിക്ക് പരാതി, അദ്ദേഹത്തെ പേരെടുത്ത് വിമർശിക്കുന്നു. രാഹുൽ ഗാന്ധി നിങ്ങളുടെ പേര് ഇവിടെയാണ് പറഞ്ഞത്, ശ്രദ്ധിച്ചോളൂ. രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിൽ ഒരു യാത്ര നടത്തുന്നു. ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പ്രതികരിക്കുന്നു. ഈ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മാത്രം പ്രതികരണമില്ല. എന്തേ പ്രതികരണമില്ലാതിരുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അതൊരു വിഷയമല്ല എന്നുണ്ടോ? കോടാനുകോടി ജനങ്ങളാണ് ഇന്ത്യയിൽ. ഈ മണ്ണിൽ തലമുറകളായി ജീവിക്കുന്നവര് ഇനി ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെടുന്നത്. ആ ആശങ്ക കണ്ടുകൊണ്ട് പ്രതികരിക്കണ്ടേ? ആ ആശങ്കയുള്ളവരോടൊപ്പം നിൽക്കുന്നുവെന്നാണ് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭത്തിലൂടെ നമ്മൾ കാണിച്ചത്. നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന സന്ദേശമാണ് അതിലൂടെ ഉയർത്തിയത്. നിങ്ങൾ എന്താ ചെയ്തത്? എങ്ങനെ നിങ്ങൾക്ക് സംഘപരിവാർ മനസ്സ് വരുന്നു? ഇത് സംഘപരിവാർ അജണ്ടയല്ലേ? ആ സംഘപരിവാർ അജണ്ടയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള മനസ്സെങ്ങനെ നിങ്ങൾക്കുണ്ടാകുന്നു? പോട്ടെ, ഇപ്പോ എല്ലാ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കി. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ കൃത്യമായി പറഞ്ഞു, പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും. ശബ്ദിച്ചോ കോൺഗ്രസ്? ആ പ്രകടന പത്രികയിൽ എന്തെങ്കിലും പറഞ്ഞോ? എന്തേ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒന്നുമില്ലാതിരുന്നത്? അതിനെ ഞങ്ങൾ വിമർശിച്ചു. ശരിയാണ്, വിമർശിച്ചു. അപ്പോ വിമർശിച്ചവർക്ക് നേരെ വലിയ കുതിരകയറ്റം. ആര്? പ്രതിപക്ഷ നേതാവ്. വായിക്കാതെയാണ് പറയുന്നത്. ഈ പ്രകടന പത്രിക വായിച്ചില്ല. പ്രകടന പത്രികയുടെ പേജ് പറയുകയാണ്, ഇത്രാമത്തെ പേജ്, ഇത്രാമത്തെ ഖണ്ഡിക, ഇതൊന്നും വായിക്കാതെ ഒന്നും ഉൾപ്പെടുത്തിയില്ല എന്ന് പറയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ മറുപടി. എന്താ പറഞ്ഞതെന്ന് മാത്രം പറഞ്ഞില്ല കേട്ടോ. അപ്പോ മലയാള മനോരമ പിറ്റേ ദിവസത്തെ പത്രം, 1-ാമത്തെ പേജ്, ബാനർ ഹെഡിങ്, ഇതൊക്കെ തന്നെ. പ്രകടന പത്രിക വായിച്ചില്ല, പേജ് വായിച്ചില്ല, ഖണ്ഡിക നോക്കിയില്ല, എന്നിട്ട് കുറ്റപ്പെടുത്തി എന്നതാണ് വാർത്തയായിട്ട്. മലയാള മനോരമക്ക് അക്കടി പറ്റിയതാണെന്ന് പറയാൻ പറ്റില്ല. 2 കൂട്ടരും ആലോചിച്ച് തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരിക്കാനാണ് വഴി. ഏതായാലും
ആ ദിവസം ഈ പ്രകടന പത്രികയുടെ കോപ്പിയുമായാണ് പത്രക്കാരെ കണ്ടത്. അവരോട് പറഞ്ഞു, ഇതാണ് പ്രകടന പത്രിക. ഈ പ്രകടന പത്രികയിൽ മനോരമയുടെ പേജും കാണിച്ചു. ഈ പ്രകടന പത്രികയിലെ പേജാണല്ലോ പറഞ്ഞു, ഇതാണ് പേജ്. ആ പേജ് എടുത്തു. ഇനി ഗണ്ണിക ആ നമ്പറും എടുത്തു. എടുക്കുകയല്ല, ആ ഗണ്ണിക അതേപോലെ വായിച്ചു. ആ ഗണ്ണികയിലെന്നല്ല, ആ പ്രകടന പത്രികയിൽ ഒരിടത്തും പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കേയില്ല. ഇതല്ലേ വസ്തുത? എത്ര വലിയ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത്. അത് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ പിന്നെ ശരിയായ നിലയിൽ KPCCയുടെ അധ്യക്ഷൻ ഇപ്പോൾ ചുമതല വഹിക്കുന്നയാളുണ്ട്, നമ്മുടെ UDF കൺവീനർ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കത് ഉൾപ്പെടുത്താൻ മനസ്സില്ല, അതിനെന്ത് വേണം? ശരി, അതാണ് ന്യായം, അത് പറഞ്ഞാൽ മതി. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ, നിങ്ങൾക്ക് മനസ്സില്ല. റെഡി. എങ്ങനെ മനസ്സില്ലാതായി? എന്താണ് പ്രശ്നം? സംഘപരിവാർ മനസ്സിന്റെ ഭാഗമായി നടപ്പാക്കിയ ഒരു പരിപാടിയെ എതിർക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സുണ്ടായില്ല? നിങ്ങൾക്ക് സംഘപരിവാർ മനസ്സിനോട് യോജിപ്പ് വന്നിരിക്കുന്നു, അതാണ് പ്രശ്നം. അത് വിമർശിക്കണ്ടേ?